ഒരിക്കൽ അഗാധമായി സ്നേഹിച്ചിരുന്ന ഒരാളെ പിന്നീട് ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടില്ലേ? അതായത് ഒരു കാലത്ത് വളരെ ഇമ്മൻസ് ആയിട്ടുള്ള ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്ന ഒരാളെ പിന്നീട് ഒരിക്കലും എത്ര തിരഞ്ഞിട്ടും ഒരാൾക്കൂട്ടത്തിൽ അയാളെ കാണാൻ സാധിക്കാതെ പോയിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ലേ? എവിടെയെങ്കിലും ഒരു കാഴ്ചയെങ്കിലും കണ്ടാൽ മതി, പക്ഷെ അയാളെ കാണാൻ പറ്റിയിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അത്തരത്തിൽ ആ ഒരു കാര്യത്തിനെ സാധൂകരിക്കുന്ന ഒരു തിയറി ഉണ്ട്. അതിനെയാണ് തിയറി ഓഫ് ലാസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ഈ തിയറി പറഞ്ഞു വെക്കുന്ന അനുസരിച്ച് അഗാധമായി സ്നേഹിച്ചിട്ടുള്ള രണ്ടാളുകൾ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം പുലർത്തിയിട്ടുള്ള ആളുകൾ അവരുടെ ആ ബന്ധത്തിൻ്റെ ലക്ഷ്യം ഫുൾഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും അവർ വീണ്ടും കണ്ടുമുട്ടില്ല എന്നുള്ള ഒരു കാര്യം നമ്മുടെ പ്രപഞ്ചം എൻഷുർ ചെയ്യും എന്ന് പറയുകയാണ് ഈ തിയറി. ഇത് പറയുന്ന അനുസരിച്ച് നമ്മൾ അവരെ അവസാനമായിട്ട് കാണുന്ന ആ ഒരു ദിവസമില്ലേ, അത് വളരെ ഓർഡിനറി ആയിട്ടുള്ളൊരു ദിവസമായിരിക്കാം. നമ്മളെ സംബന്ധിച്ച് അവരെ കാണുന്ന ആ ലാസ്റ്റത്തെ ദിവസം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അതൊരു വലിയൊരു ഗുഡ് ബൈ ആണ്. ഇനി ഒരിക്കലും നമ്മൾ അവരെ കാണാൻ പോകില്ലെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. വളരെ ഓർഡിനറി ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും നമ്മൾ അവരെ അവസാനമായിട്ട് കാണുന്നത്. എന്നിരുന്നാൽ പോലും പിന്നീട് ഒരിക്കലും നമ്മൾ അവരെ കാണില്ല. നമ്മൾ ഒരേ നഗരത്തിൽ തന്നെ താമസിക്കുന്നുണ്ടായിരിക്കാം, നമുക്ക് ഒരുപാട് മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, നമ്മൾ പോകുന്ന ഇടങ്ങളൊക്കെ ഒരേപോലത്തെ ആയിരിക്കാം, നമുക്ക് കണ്ടുമുട്ടാൻ അനേകം കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ആ ഒരാളെ നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടില്ല എന്നാണ് ഈ തിയറി പറഞ്ഞു വെക്കുന്നത്. ഒരു മുന്നറിയിപ്പും ഉണ്ടായിരിക്കില്ല, ഒരു വലിയൊരു വിട പറച്ചിലിൻ്റെതായ ഒരു ഭാവങ്ങളും ആ യാത്രയപ്പിനുണ്ടായിരിക്കില്ല. അതൊരു ഗ്രാൻഡ് ഗുഡ് ബൈ ആണെന്ന് നമ്മൾ ചിന്തിക്കുക പോലും ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ അതിനുശേഷം പിന്നീട് ഒരിക്കലും നമ്മൾ അയാളെ കാണുന്നില്ല, അല്ലെങ്കിൽ അയാളെ കാണാൻ നമുക്ക് സാധിക്കുകയില്ല. ചിലരിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകലുന്നത് നമ്മുടെ തെറ്റുകൊണ്ടല്ല, അവരുടെ തെറ്റും കൊണ്ടല്ല. ആ ബന്ധം അത്രയൊക്കെ ആഗ്രഹിക്കുന്നോ അർഹിക്കുന്നോ ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്ന കാലം അത്രയും വളരെ ആത്മാർത്ഥത്തോടെ അവരെ സ്നേഹിക്കാൻ പറ്റട്ടെ എന്നും, അല്ലെങ്കിൽ പിരിയുന്ന സമയത്തെല്ലാം ഇതൊരു അവസാനത്തെ ഗുഡ് ബൈ ആണെന്നും ഒക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ അവരുമായിട്ടുള്ള പർപ്പസ് അവസാനിച്ച് നമ്മൾ അവർക്ക് അന്യരാവുന്ന ലാസ്റ്റത്തെ ദിവസം അതായിരിക്കാം. സോ എൻജോയ് എവറി മൊമെൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അവരെ കാണാതിരിക്കുന്ന ദുരിതം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ.